നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. പുകയില ഉപയോഗം വരുത്തിവെക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ബിപിൻ ഗോപാലാണ്. നാഷണൽ ടുബാക്കോ കൺട്രോൾ പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ കൂടിയാണ് ഡോക്ടർ. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ സംശയങ്ങളുമായി താഴെ കാണുന്ന നമ്പറിൽ ഹലോ ഡോക്ടറിലേക്ക് വിളിക്കാം. ഡോക്ടർ, പുകയില വിരുദ്ധ ദിനമാണ്. എന്താണ് ഈ വർഷത്തെ സന്ദേശം? ലോകാരോഗ്യ സംഘടനയാണ് ഈ പുകയില വിരുദ്ധ ദിനം മെയ് 31 കൊണ്ടാടണമെന്ന് 1987 തീരുമാനിക്കുകയും അത് 1988 മുതൽ എല്ലാ മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുകയും ചെയ്യപ്പെടുന്നുണ്ട്. ഓരോ പുകയില വിരുദ്ധ ദിനത്തിനും ഓരോ സന്ദേശം ലോകാരോഗ്യ സംഘടന പുറപ്പെടുവിക്കാറുണ്ട്. ലോകാരോഗ്യ സംഘടനയിലെ അംഗരാജ്യങ്ങൾ ആ ഒരു വർഷം ആ ഒരു സന്ദേശവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഈ വർഷത്തെ ലോകാരോഗ്യ സംഘടനയുടെ സന്ദേശം എന്ന് പറയുന്നത് പുകയില ഇൻഡസ്ട്രി, അതായത് പുകയില ഉൽപ്പാദകരുടെ ഇൻ്റർഫറൻസിൽ നിന്ന്, ഇടപെടലുകളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ സന്ദേശം അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത്. ഈ തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലാണ് പുകയില ഉപയോഗിക്കുവാനുള്ള ഒരു ത്വര, ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത്. അതിനെ മാക്സിമം പ്രലോഭിപ്പിച്ചുകൊണ്ട്, കുട്ടികളെ മാക്സിമം പ്രലോഭിപ്പിച്ചുകൊണ്ട് കുട്ടികൾ ഈ ഒരു ആസക്തി ഉണ്ടാക്കിയെടുക്കുവാനായി പുകയില ഉൽപ്പാദകർ, ടുബാക്കോ ഇൻഡസ്ട്രി വളരെയേറെ പ്രയത്നിക്കുന്നുണ്ട്. അവർ പല രീതിയിലാണ് ഈ ഒരു ഇൻഡസ്ട്രി ഇൻ്റർഫറൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സിനിമകളിലുള്ള പുകയില ഉൽപ്പന്നങ്ങളിലൂടെ ആകാം, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട താര മൂല്യമുള്ള ആൾക്കാരെ വെച്ചിട്ട് പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചിത്രീകരണങ്ങളിലൂടെ ആകാം. അങ്ങനെ സ്കൂളുകളിലേക്കും കുട്ടികളിലേക്കും ചെറുപ്പക്കാരിലേക്കും പുകയില ഉൽപ്പന്നങ്ങൾ എത്തുന്നതിനെതിരെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ വേൾഡ് നോ ടുബാക്കോ ഡേയുടെ തീം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുകയില ഉൽപ്പാദകരുടെ ഇടപെടലുകളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് ഈ പ്രാവശ്യത്തെ തീം. വ്യക്തമാണ് ഡോക്ടർ, കാരണം വളരെയധികം ഗുരുതരമായ ഒരു പ്രശ്നമാണിത്. ഡോക്ടർ, എന്തൊക്കെയാണ് സംസ്ഥാനത്ത് ഈ ഒരു ദിനവുമായി അനുബന്ധിച്ച് നടക്കുന്നത്? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? പുകയില നിർമ്മാർജ്ജനം അല്ലെങ്കിൽ പുകയില വിരുദ്ധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അതിൽ പോലീസിന് ഒരു റോളുണ്ട്, അതിന് എക്സൈസിനൊരു റോളുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിനൊരു റോളുണ്ട്, അതുപോലെ ആരോഗ്യ വകുപ്പിന് വലിയൊരു റോള് വഹിക്കുവാനുണ്ട്. അപ്പോൾ ഇന്ന് ഈ ലോക പുകയില വിരുദ്ധ ദിനം ഇന്ന് രാവിലെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി രാജൻ ഖോബ്രഡെ സാർ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതിൽ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മെഡിക്കൽ കോളേജുകൾ. അപ്പോൾ അങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്തുകൊണ്ട് ഒരു സെമിനാർ ഇന്ന് സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് വിഭാവനം ചെയ്യുന്നത്. കാരണം അടുത്ത മെയ് 31 വരെ നമ്മുടെ കർമ്മ പദ്ധതികൾ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്യാമ്പയിൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകളുടെ ചുറ്റളവിലുള്ള കടകളിൽ, വ്യാപാര സ്ഥാപനങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നതിനായി ആരോഗ്യവകുപ്പും പോലീസ് വകുപ്പും എക്സൈസ് വകുപ്പും സംയുക്തമായിട്ടുള്ള പരിശോധനകൾ, എൻഫോഴ്സ്മെൻറ്റ് നടത്തുന്നതാണ്. അത് കോട്ട്പ എന്നുള്ള നിയമമാണ് ഈ പുകയിലയ്ക്കെതിരെ രാജ്യവ്യാപകമായി ഉപയോഗിക്കുന്നത്. കോട്ട്പ എന്ന് പറയുന്നത് സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്ട്സ് ആക്ട് എന്നാണ്. ഈ കോട്ട്പ നിയമത്തിൻ്റെ 6ാം വകുപ്പിൽ 2 സെക്ഷനുകളുണ്ട്. അതിലൊരു സെക്ഷൻ പറയുന്നത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും 100 വാര ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ ഒരു കടയിലും തന്നെ വിൽക്കാനും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് സംയുക്തമായി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ തീരുമാനം. രണ്ടാമത്തെ കാര്യം, എല്ലാ സ്കൂൾ അസംബ്ലികളിലും
ഈ സ്കൂൾ തുറന്ന് ജൂൺ 1 ആദ്യ വാരമാണ് സ്കൂൾ അസംബ്ലിയിൽ പുകയിലയെക്കുറിച്ചുള്ള പുകയിലേക്കെതിരെയുള്ള സന്ദേശങ്ങൾ നൽകുക, അതിനുള്ള ആക്ടിവിറ്റീസ് നടപ്പിലാക്കുക, സ്കൂളുകളെ ടുബാക്കോ ഫ്രീ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മാറ്റുക. TOEFI എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചുരുക്കപ്പേര്. അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുക. പിന്നെ അതുപോലെ പുകയിലയുടെ ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും ഉള്ള അവബോധം, അതുപോലെ കോട്ട്പ ആക്ടിനെ കുറിച്ചിട്ടുള്ള അവബോധം വിദ്യാർത്ഥികളിലും ജനങ്ങളിലും വ്യാപാരി വ്യവസായികൾക്കും നൽകുക, അത് ആ ബോധവൽക്കരണ പ്രവർത്തനം വ്യാപിപ്പിക്കുക തുടങ്ങിയ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് പ്രവർത്തനങ്ങളാണ് നമ്മൾ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്, ആലപ്പുഴയിൽ നിന്നും ഷാജി. ഷാജി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഷാജി പറയൂ. ആ കോള് ഡ്രോപ്പായെന്ന് തോന്നുന്നു. ഡോക്ടർ, പലപ്പോഴും പലരും പുകയില ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആദ്യം ഒരു സ്മോക്ക് ചെയ്യുന്നത് വളരെ ഒരു രസം എന്ന നിലയിലായിരിക്കും. പിന്നീട് ഇതൊരു ലഹരിയിലേക്ക് മാറുന്നത്. പുകയിലയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. എല്ലാ അഡിക്ഷൻസിലേക്കും എല്ലാ ലഹരി ഉപയോഗത്തിലോട്ടുമുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് ഈ പുകയിലയുടെ ഉപയോഗം. ആദ്യം ഒരു തമാശയ്ക്ക് ഒരു പുക വലിക്കുന്നു, പിന്നീട് അത് 1, 2 ആകുന്നു, 2, 3 ആകുന്നു, പിന്നെ അതിങ്ങനെ കൂടി അതിൽ നിന്നും നമുക്ക് തൃപ്തി പോരാതെ വരുമ്പോഴാണ് അടുത്ത ഒരു തരം ലഹരിയിലേക്ക് നമ്മൾ മാറുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ലഹരിയിലേക്കുമുള്ള അഡിക്ഷൻസിലേക്കുമുള്ള ഒരു വാതിലാണ് ടുബാക്കോ ഉപയോഗം എന്ന് പറയുന്നത്. ഈ ടുബാക്കോയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും 3 തരത്തിലാണ് അതിൻ്റെ ദോഷം നമ്മുടെ മനുഷ്യരിൽ അല്ലെങ്കിൽ സാധാരണക്കാരിൽ ഇത് വരുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇഫക്റ്റാണ്, അതായത് പുക വലിക്കുന്ന ആളിലുണ്ടാകുന്ന ഒരു ഇഫക്റ്റാണ്. അതായത് അയാളുടെ പിന്നെ ശ്വാസകോശത്തെയും കരളിനെയും പിന്നെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തിനെയും തൊലിയെയും മുടിയെയും നഖത്തെയും രക്ത ഓട്ടത്തെയും ഒക്കെ ബാധിക്കുന്ന, ക്യാൻസറിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് ഈ ക്യാൻസർ. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് പുകവലിക്കുന്ന ആളിനുണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്നുള്ളതാണ്. സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറയുന്നത് പുകവലിക്കുന്ന ഒരാൾ പുക വലിച്ച് പുറത്തേക്ക് അന്തരീക്ഷത്തിലേക്ക് ഊതി വിടുമ്പോഴേക്കും അത് ശ്വസിക്കുന്ന ആൾക്കാരിലുണ്ടാകുന്ന സൈഡ് എഫക്റ്റാണ് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറയുന്നത്. അത് കൂടുതലും വീടുകളിൽ പുകവലിക്കുന്ന പുരുഷന്മാരിൽ നിന്നും അവിടുത്തെ പാവപ്പെട്ട സ്ത്രീകളിലേക്കും കുട്ടികൾക്കുമാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് കൂടുതലായിട്ട് വരുന്നത്. ശ്വാസകോശ രോഗങ്ങൾ, അലർജി, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ പിന്നെ വെയിറ്റ് കുറവുള്ള കുട്ടികൾ, ലോ ബർത്ത് വെയിറ്റ് ആയിട്ടുള്ള കുട്ടികൾ, അപ്പം അങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഒരു വലിയൊരു വിഭാഗം ആൾക്കാർക്ക് പുക വലിക്കാതെ തന്നെ പുകയിലയുടെ ദൂഷ്യഫലങ്ങൾ വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തേർഡ് ഹാൻഡ് സ്മോക്കാണ്. തേർഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പുക വലിച്ച് അന്തരീക്ഷത്തിൽ ഈ പുക പടലങ്ങൾ അവിടെ നമ്മുടെ തുണിയിലും പിന്നെ ഭിത്തിയിലുമൊക്കെ പറ്റിയിരുന്നിട്ട്, അതുപോലെ തന്നെ നമ്മൾ വലിച്ചെറിയുന്ന ഈ സിഗരറ്റ് കുറ്റിയിൽ നിന്നും അത് കത്തിക്കുമ്പോഴുണ്ടാകുന്ന, അപ്പം അങ്ങനെ ഈ ഡയറക്റ്റ് അല്ലാതെയുള്ള ഇൻഡയറക്റ്റായിട്ട് വരുന്ന പുകയിലയുടെ സൈഡ് ഇഫക്റ്റിനെയാണ് നമ്മൾ തേർഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നു, പാലക്കാട് നിന്നും ബാബു. ബാബു, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഞാൻ ഭയങ്കര ചെയിൻ സ്മോക്കിംഗ് ആയിരുന്നു. 58 വയസ്സായി. 10 കൊല്ലം മുമ്പ് ഈ സ്മോക്കിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഹൃദയ സംബന്ധമായിട്ടുള്ള സംഭവം ഉണ്ടായി. നടക്കാനൊന്നും പറ്റില്ലായിരുന്നു, ഈ ബ്ലഡ് ക്ലോട്ടായിട്ട്. അവസാനം രാത്രി ഒരു ദിവസം പോയി ഞങ്ങള് സ്റ്റഡ് ചെയ്തു, കാർഡിയക് അറസ്റ്റ് വന്നതിന് ശേഷം. ഇപ്പൊ പൂർണ്ണമായിട്ടും പുകവലി നിർത്തിയില്ല. എന്റെ ചോദ്യം, പുകവലി നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾ മറ്റുള്ളതൊക്കെ നോർമൽ ആവാൻ എത്ര സമയം എടുക്കും, നോർമൽ ആവുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അത് നമ്മൾ എത്രമാത്രം പുക വലിച്ചിട്ടുണ്ട്, എന്ത് തരം പുകയാണ് നമ്മൾ, എന്ത് തരം ഉൽപ്പന്നമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, ഫിൽറ്റർ ഉള്ള സിഗരറ്റാണോ, ഫിൽറ്റർ ഇല്ലാത്ത സിഗരറ്റാണോ? ഫിൽറ്റർ ഉള്ളതാണ്, തുടങ്ങുമ്പോഴൊക്കെ അങ്ങനെ ആയിരുന്നില്ല. അപ്പം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ശ്വാസകോശത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിൽ കലർന്നിട്ടുള്ള ഇതിൻ്റെ ടാറ്, നിക്കോട്ടിൻ,
അതുപോലെയുള്ള മറ്റ് 3000-ഓളം കെമിക്കൽസ് ഉള്ള ഒരു സാധനമാണ് ഈ സിഗരറ്റ് എന്ന് പറയുന്നത്. അത് എത്രമാത്രം നമ്മുടെ ശരീരത്തിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ റിക്കവറി ഉണ്ടാകുന്നത്. അതിൽ ശ്വാസകോശത്തിലൊക്കെ പറ്റിയിട്ടുള്ള ടാറാണെങ്കിൽ അത് മാറാനായിട്ട് വർഷങ്ങളുടെ സമയമെടുക്കും. എങ്കിലും പുകവലി നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വർഷങ്ങൾ കഴിയും തോറും അതിൻ്റെ സൈഡ് ഇഫക്റ്റ് കുറഞ്ഞു വരും. പക്ഷേ രക്തക്കുഴലിലും ശ്വാസകോശത്തിനകത്തും പറ്റിപ്പിടിച്ചിരിക്കുന്ന ടാറ് അല്ലെങ്കിൽ ഇതിൻ്റെ പാർട്ടിക്കിൾസ് മാറാനായിട്ട് വർഷങ്ങളുടെ സമയമെടുക്കും. അത് കാലക്രമേണ മാത്രമേ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് മാറിക്കിട്ടുകയുള്ളൂ. എന്തായാലും പുകവലി നിർത്താനുണ്ടായ തീരുമാനത്തെ ഞങ്ങൾ ശ്ലാഘിക്കുന്നു. അതങ്ങനെ തന്നെ തുടർന്നു പോവുക. അതെ, അതുപോലെ തന്നെ ഈ ഒരു അറിവ്, സ്വന്തം അനുഭവത്തിൽ നിന്നുണ്ടായ ഈ ഒരു പാഠം, ഈ ഒരു അറിവ് മറ്റുള്ള പുകവലിക്കാരുണ്ടെങ്കിൽ, പരിചയക്കാരുണ്ടെങ്കിൽ അവരെ കൂടി പറഞ്ഞ് മനസ്സിലാക്കുക. അവരെ പുകവലി ശീലത്തിൽ നിന്ന് മാറ്റാനും കൂടെ എനിക്ക് മനസ്സിലായി. ആ മനസ്സിൽ, ആ ശബ്ദത്തിൽ അതിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പുകയില വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു പ്രചാരകനായിട്ട് ശ്രീ ബാബു മാറണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഡോക്ടർ, ഈ പ്രേക്ഷകൻ ചോദിച്ച ചോദ്യത്തിനോട് തന്നെ ചേർന്ന് ചോദിക്കട്ടെ, ഏതെല്ലാം ശരീരഭാഗങ്ങളെയാണ് പ്രധാനമായും പുകയിലയുടെ ഉപയോഗം ഗുരുതരമായി ബാധിക്കുന്നത്? അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ? ഇതിൽ ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. കാരണം നമ്മുടെ തലമുടി തൊട്ട്, നമ്മുടെ കൈനഖങ്ങൾ തൊട്ട്, നമ്മുടെ തൊലി തൊട്ട് ശരീരത്തിലെ സകല ആന്തരിക അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു വസ്തുവാണ് പുകയില. ഉപയോഗിക്കുന്ന വ്യക്തികളിൽ 50% പേരെ കൊന്നൊടുക്കുന്ന ഒരു ഏക ഉൽപ്പന്നമാണ് പുകയില എന്ന് പറയുന്നത്. നമ്മുടെ തലമുടി എടുത്തു കഴിഞ്ഞാൽ തലമുടിയുടെ തിക്നെസ് കുറയുക, തലമുടി പൊഴിയുക തുടങ്ങിയ പ്രശ്നങ്ങൾ. തൊലി എടുത്തു കഴിഞ്ഞാൽ തൊലിയുടെ നിറം മങ്ങുക, തൊലി ചുളുങ്ങുക. പല്ലുകളാണെങ്കിൽ പല്ലുകളിൽ കോട്ടിംഗ് ഉണ്ടാകുക, പല്ലുകളുടെ ബലക്ഷയം സംഭവിക്കുക. പിന്നെ ശ്വാസകോശം എടുത്തു കഴിഞ്ഞാൽ ശ്വാസകോശത്തിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, എംഫസീമ പോലെയുള്ള രോഗങ്ങൾ, COPD പോലെയുള്ള രോഗങ്ങൾ, അങ്ങനെയുള്ളൊരു പ്രധാനപ്പെട്ട രോഗങ്ങൾ ഉണ്ടാക്കുക. ഹൃദയം എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഹൃദയാഘാതം ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് പുകയില തന്നെയാണ്. അതുപോലെ നമ്മുടെ കാലിലോട്ടുള്ള രക്തഓട്ടത്തിനെ ഇത് ബാധിക്കുന്നു. അങ്ങനെ നമ്മുടെ കാലിൻ്റെ സ്പർശനശേഷി നഷ്ടപ്പെടുന്നു. അങ്ങനെ കാലുകളിൽ അൾസർ വന്നിട്ട് കാലുകൾ മുറിച്ച് മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. TAO എന്ന് പറയുന്ന ത്രോംബോ ആൻജൈറ്റിസ് ഒബ്ലിട്രാൻസ് പോലെയുള്ള കണ്ടീഷൻസിലേക്ക് അത് നയിക്കുന്നു. അപാരമായ വേദനയും അസഹനീയമായ വേദനയോട് കൂടിയിട്ടുള്ള ഒരു കണ്ടീഷനാണ് TAO. അതുപോലെ നമ്മുടെ ലൈംഗിക ശേഷിയെ ഇത് ബാധിക്കുന്നു, ഇമ്പോർട്ടൻസിലേക്ക് ഇത് നയിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ക്യാൻസറാണ്. ഇന്ന് കേരളത്തിൽ കാണുന്ന ക്യാൻസറുകളിൽ പുരുഷന്മാരിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്യാൻസറുകളാണ് ഓറൽ ക്യാൻസറും, അതായത് വദനാർബുദവും, 2 ലങ് ക്യാൻസറും, അതായത് ശ്വാസകോശാർബുദവും. ഈ 2 ക്യാൻസറുകളുടെയും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ, പ്രധാനപ്പെട്ട ഹേതു എന്ന് പറയുന്നത് പുകയില തന്നെയാണ്. അപ്പോൾ നമുക്ക് തോന്നും ഇത് പുരുഷന്മാരിൽ മാത്രം വരുന്ന ക്യാൻസറാണോ എന്ന് തോന്നും. അല്ല. കാരണം നമ്മുടെ സ്ത്രീകളും പുകയില ഉൽപ്പന്നങ്ങൾ വലിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പോലും ചവയ്ക്കുന്ന രീതിയിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചില മേഖലകളിൽ, ചില ജനവിഭാഗങ്ങൾക്കിടയിൽ പുകയിലയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. അവരെപ്പോഴും പുകയില ചവച്ചുകൊണ്ടിരിക്കുന്നു. പുകയിലയുടെ അത് കൊച്ചുകുട്ടികൾ തൊട്ട് സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും പുകയില ഉപയോഗിക്കുന്ന ചില പ്രദേശങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അവിടെയൊക്കെ ഈ വദനാർബുദം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ ചേരുകയാണ്. ആലപ്പുഴയിൽ നിന്നും ശിവദാസൻ. ശിവദാസൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ ശിവദാസ്. സാറേ, ഞാൻ ഒരു 30 വർഷമായിട്ട് സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ഒരാളായിരുന്നു. 30 വർഷമായിട്ട്. അപ്പൊ എനിക്ക് ഈ പുകവലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷീണങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പ് എനിക്കൊരു പനി വന്നപ്പം ഞാൻ സ്വയം ഇത് നിർത്തി. ഡോക്ടർക്ക് കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. നിർത്തി. പെട്ടെന്ന് ഞാൻ നിർത്തുകയും ചെയ്തു. അപ്പൊ എനിക്ക് ഒരു ശരീരത്തിനൊരു സുഖമില്ലാത്ത പോലെ ഒരു ഇത് പെട്ടെന്ന് നിർത്തിയത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇതിന്റെ സൈഡ് എഫക്ട് എന്തെങ്കിലും ആണോ എന്ന് എനിക്കൊരു സംശയം. പിന്നെ മദ്യപാനം എനിക്ക് പണ്ടേ ഇല്ല. ഇപ്പൊ ഞാൻ തീർത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു. ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പുകയില എന്ന് പറയുന്നത്, 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 നമ്മുടെ ശരീരത്തിൽ
പറഞ്ഞോട്ടെ. അപ്പൊ എനിക്ക് ഈ പിന്നെ ശരീരത്തിന് ഒരു സുഖമില്ലാത്ത ഇത് ഇനി പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത് സംശയം കൊണ്ട് ഞാൻ ഡോക്ടറെ വിളിച്ചത്. ഓക്കെ, ഇതിനെ നമ്മൾ ടുബാക്കോ വിഡ്രോയൽ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് പുക വലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ തലച്ചോറിലേക്കുള്ള ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു രാസവസ്തുവുണ്ട്. അതിൻ്റെ സെക്രീഷൻ ഈ പുകയിലയുടെ പിന്നെ നിക്കോട്ടിൻ എന്ന് പറഞ്ഞ ആ ഒരു പുകയിലേക്കകത്തുള്ള ഒരു സാധനത്തിൻ്റെ ഇഫക്റ്റ് കൊണ്ട് അതെപ്പോഴും ഒരു ആക്റ്റീവ് ഫേസിലായിട്ടാണ് അതിരിക്കുന്നത്. അപ്പോൾ പുക വലിക്കും തോറും ഈ ഒരു ആക്റ്റീവ്നെസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ പുകവലി നിർത്തുമ്പോഴത്തേക്കും നമുക്ക് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ, ചിലപ്പം കുറച്ച് മാസങ്ങൾ, ചിലപ്പോൾ ഒരു 6 മാസം വരെയൊക്കെ ഈ നിക്കോട്ടിൻ്റെ ആ ഒരു ഇഫക്റ്റ് ബ്രെയിനിൽ ലഭിക്കാത്തതിൻ്റേതായിട്ടുള്ള ഒരു ക്ഷീണവും ഒരു തളർച്ചയും നമുക്കൊരു ഉന്മേഷക്കുറവും നമുക്കൊന്നും ചെയ്യാനുള്ള ഒരു സന്തോഷമോ ഒരു ആർജവമോ ഒന്നും ഇല്ലാത്ത ഒരു പ്രതീതി നമുക്ക് ജനിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ ടുബാക്കോ വിഡ്രോയലിൻ്റെ ഈ സൈഡ് ഇഫക്ട്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കതിനെ ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടുബാക്കോ കൗൺസിലിംഗ് സെൻറ്ററിൽ കണ്ടിട്ട് അതിനെതിരെയുള്ള പ്രതിവിധിക്കുള്ള മരുന്നുകളുണ്ട്, അത് നമുക്ക് സ്വീകരിക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഇത്രയും 30 വർഷമായിട്ട് പുകവലിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് പുകവലി നിർത്താനുണ്ടായ ഒരു മാനസിക ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് മാത്രം മതി ഇനിയും അത് അങ്ങനെ തന്നെ തുടർന്നു പോകാനായിട്ട്. ഇപ്പോഴത്തെ ഈ പറയുന്ന ക്ഷീണാവസ്ഥ അത് കാലക്രമേണ അത് മാറിക്കൊള്ളും. അത് ടുബാക്കോ പുകയില പെട്ടെന്ന് നിർത്തുമ്പോഴുണ്ടാകുന്ന ഒരു ശരീരത്തിൻ്റെ ഒരു വിഡ്രോയൽ ഇഫക്റ്റാണ്. അത് താമസിയാതെ അത് മാറിക്കൊള്ളും. നമുക്കത് മാറാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടുബാക്കോ സെസേഷൻ സെൻറ്ററിൽ നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ ജില്ലാ ആശുപത്രികളിലും പിന്നെ റീജിയണൽ സെൻറ്റേഴ്സിലും ഒക്കെ തന്നെ ടുബാക്കോ സെസേഷൻസ് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടുത്തെ ഒരു ഡോക്ടറെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിദഗ്ധമായൊരു ഉപദേശം അതിന് വേണ്ടിയിട്ട് ലഭിക്കുന്നതായിരിക്കും. പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് പുകയിലയുടെ ഉപയോഗം നമ്മുടെ ശരീരഭാഗങ്ങളെ എത്രത്തോളം ഗുരുതരമായി ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു. കണ്ണുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പുകയിലയുടെ ഉപയോഗം കാഴ്ചയെ ഗുരുതരമായി ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ പുകയിലയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന ഒരു ഡിഫക്റ്റാണ് ഈ കാഴ്ചയെ സംബന്ധിച്ചുണ്ടാകുന്നത്. നമുക്ക് ടുബാക്കോ TON എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. ടുബാക്കോ ഒപ്റ്റിക് ന്യൂറൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അത് നമ്മുടെ പുകയില അല്ലെങ്കിൽ ഈവൻ ചവയ്ക്കുന്ന പുകയിലേക്ക് പോലും അങ്ങനെ ഒരു സൈഡ് ഇഫക്റ്റ് ഉള്ളതാണ്. നമുക്ക് അത് കാലാകാലങ്ങളിൽ പുക സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ കാഴ്ച പതുക്കെ മങ്ങി വരികയും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ പൂർണ്ണമായ അന്ധതയിലല്ലെങ്കിൽ പോലും വ്യക്തമായ കാഴ്ച കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനാണ് ഈ TON എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വ്യാപകമായിട്ട് ഇതിനെക്കുറിച്ചുള്ള അറിവ് പലർക്കുമില്ല. അപ്പോൾ പലരും ഈ കാഴ്ച മങ്ങുമ്പോഴത്തേക്കും അത് മറ്റ് പല കാരണങ്ങളാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഡോക്ടർമാരെ പോയി കാണാറുണ്ട്. പക്ഷേ അതിൻ്റെ ഹേതു എന്ന് പറയുന്നത്, അതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് അവർ ഉപയോഗിച്ചിരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ ഈ വേദനാരഹിതമായിട്ടാണ് ഈ കാഴ്ചയെ ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് ആദ്യഘട്ടങ്ങളിൽ ആരും അത് അധികം ശ്രദ്ധിക്കാറില്ല. പിന്നീട് കാഴ്ച വലിയ രീതിയിൽ മങ്ങുമ്പോഴാണ് ഇത് ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് ആൾക്കാർ കാണാൻ തുടങ്ങുന്നത്. വ്യക്തമാണ് ഡോക്ടർ. പലപ്പോഴും നമ്മളോട് അല്പം മുമ്പ് പ്രേക്ഷകൻ ചോദിച്ച പോലെ ഈ ഒരു പുകയിലയിൽ നിന്ന് മുക്തി നേടാൻ ശ്രമിക്കുന്നവരെ വീണ്ടും അതിലേക്ക് വലിച്ചിടുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ പറഞ്ഞ ക്ഷീണം ഉണ്ടാകുന്നു. വീണ്ടും അവർ പതിയെ ആ ഒരു ലഹരി തേടി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പോവാതെ പൂർണ്ണമായും ഇതിൽ നിന്ന് മുക്തി നേടുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, അതിന് നമ്മുടെ ആരോഗ്യവകുപ്പ് നൽകിയ സേവനങ്ങളെക്കുറിച്ചും മറ്റും ഒന്നുകൂടി ഒന്ന് വിശദമാക്കാമോ? അതിൽ ഒരാൾ പുകവലിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. പക്ഷേ പല കാരണങ്ങളാൽ പുകവലിച്ച് ശീലിച്ച ആൾക്കാർ അവർക്ക് പുകവലി നിർത്തണം എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാവണം. ആ ഒരു അവസ്ഥ നമ്മൾ കോണ്ടംപ്ലേഷൻ ഫേസ് എന്ന് പറയും. അത് പ്രീ കോണ്ടംപ്ലേഷൻ ഫേസ് അതിലൂടെ വേണം ആദ്യം അവരിലൊരു തോന്നലുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഈ പുകയില പോലെയുള്ള ലഹരി നമുക്ക് നിർത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പും കൂടെ ചേർന്നിട്ട് എല്ലാ ജില്ലകളിലും ഒരു ടുബാക്കോ സെസേഷൻ സെൻറ്റർ, ഡി അഡിക്ഷൻ സെൻറ്റർ ആരംഭിച്ചിട്ടുണ്ട്. വിമുക്തി എന്ന എക്സൈസിൻ്റെ പദ്ധതിയോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ ഒരു പരിപാടി നടപ്പിലാക്കുന്നത്. അവിടെയൊക്കെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെയും ഒരു കൗൺസിലറുടെയും ഒക്കെ സേവനമുള്ള ഒരു സ്ഥലമാണിത്.
അപ്പോൾ ഇതിന് ടുബാക്കോ സെസേഷനിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മനസ്സിലുണ്ടാവുന്ന മാറ്റമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ മാറ്റത്തിന് ഒരാൾ ചിലപ്പോൾ സ്വയം വിചാരിച്ചാൽ നടന്നു എന്ന് വരത്തില്ല. അപ്പോൾ നമുക്കൊരു കൗൺസിലറുടെ സഹായം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ കൗൺസിലിങ്ങോട് കൂടി വേണം നമ്മൾ ടുബാക്കോ സെസേഷനിലേക്ക് നമ്മൾ കടക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ടുബാക്കോ കൗൺസിലിംഗ്, ആ കൗൺസിലിങ്ങിലൂടെ തന്നെ പല ആൾക്കാരും പുകവലി നിർത്താറുണ്ട്. പക്ഷേ എന്നിട്ടും പുകവലി നിർത്താൻ പറ്റാത്തത്ര ആസക്തിയുള്ള ജനങ്ങളിൽ, അതായത് ഹൈ എൻഡ് അഡിക്ഷനുള്ള ആൾക്കാർക്ക് നമുക്ക് മരുന്നുകളുണ്ട്. അത് നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, അതായത് അവർക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന ആ നിക്കോട്ടിൻ്റെ ഇഫക്റ്റ് അവർക്ക് അല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, അത് ചൂയിങ് ഗമ്മിൻ്റെ രൂപത്തിലുണ്ട്, നിക്കോട്ടിൻ പാച്ചിൻ്റെ രൂപത്തിലുണ്ട്. അപ്പോൾ ഇത്തരം സേവനങ്ങൾ, നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, നമ്മൾ ആരോഗ്യവകുപ്പിലൂടെ നമ്മൾ എല്ലാ ടുബാക്കോ സെസേഷൻ സെൻറ്റേഴ്സിലും നമ്മൾ കൊടുക്കാറുണ്ട്. സൗജന്യമായിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ഡി അഡിക്ഷന് വേണ്ടിയിട്ടുള്ള മറ്റ് മരുന്നുകൾ, ബുർപ്രോപ്രിയോൺ പോലെയുള്ള മരുന്നുകൾ, വാർനിക്ലിൻ പോലെയുള്ള മരുന്നുകൾ, ഇതും ആരോഗ്യവകുപ്പിലൂടെ നമ്മൾ നൽകി വരുന്നുണ്ട്. അത് നമ്മുടെ എല്ലാ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിലും അത് ലഭ്യമാണ്. ഈ പറഞ്ഞ 14 ജില്ലാ ആശുപത്രികൾക്ക് പുറമെ നമ്മുടെ 3 മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ, തിരുവനന്തപുരത്തും തൃശ്ശൂരും കോഴിക്കോടുമുള്ള മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഇതിനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലിനിക്കുകളുണ്ട്. അതുപോലെ സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള COPDക്കെതിരെ ഉള്ള ഏറ്റവും ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് ശ്വാസ് എന്ന് പറയുന്ന പദ്ധതി. ഈ ശ്വാസ് പദ്ധതിയുടെ ഒരു കമ്പണൻ്റ് എന്ന് പറയുന്നത് ഈ ടുബാക്കോ സെസേഷൻ തന്നെയാണ്. അപ്പോൾ ശ്വാസ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആശുപത്രികളിൽ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ടുബാക്കോ സെസേഷന് വേണ്ടിയിട്ടുള്ള കൗൺസിലിങ്ങും മറ്റ് സേവനങ്ങളും നൽകി വരുന്നുണ്ട്. അപ്പോൾ ഈ അഡിക്ഷനുള്ള ആൾക്കാരെ കണ്ടെത്തി അവരുടെ കൂടെ മനസ്സ് വെച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ഡി അഡിക്ഷനിലേക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ നമ്മളോട് സംസാരിച്ച 2 വ്യക്തികൾ പുകയില നിർത്തിയതുപോലെ അവർ നിർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെ സഹായിക്കുവാനായിട്ട് ആരോഗ്യവകുപ്പിൻ്റെ എല്ലാ സംവിധാനങ്ങളിലും അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഡോക്ടർ, ഹലോ ഡോക്ടറിൻ്റെ ഈ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുകയില വിരുദ്ധ ദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ പുകയിലയിൽ നിന്നും രക്ഷപ്പെടുക, അല്ലെങ്കിൽ ആ ഒരു ലഹരിയിൽ നിന്ന് മുക്തി നേടുക, അങ്ങനെ നമ്മുടെ ആരോഗ്യത്തെയും സമൂഹത്തിൻ്റെ ആരോഗ്യത്തെയും രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഈ പുകയില വിരുദ്ധ ദിനത്തിൽ നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ ഡോക്ടർ ബിപിൻ ഗോപാലാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഡോക്ടർ വളരെയധികം നന്ദി. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു.